നമ്മുടെ ടെസ്റ്റ് എക്സസൈസിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒരു ട്രപ്പീസിയവും ഐസോസെലസ് ട്രപ്പീസിയവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? രണ്ട് സൈഡ് പാരലൽ ആയിരിക്കും. അതായത് എ ബിയും ഡി സിയും പാരലൽ ആയിരിക്കും. എ ബി പാരലൽ ടു ഡി സി ആയിരിക്കും. അതായത് രണ്ട് സൈഡ്സ് പാരലൽ ആയി വരും. ഇനി പാരലൽ അല്ലാത്ത രണ്ട് സൈഡും ഒരിക്കലും ഈക്വൽ ആവില്ല. നോൺ പാരലൽ സൈഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? എ ഡി, ഈ നോൺ പാരലൽ സൈഡ് ഇതാണ്. എ ഡി നോട്ട് ഈക്വൽ ടു ബി സി ആയിരിക്കും. ഇതാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഇനി ഇത് ഐസോസെലസ് ട്രപ്പീസിയം ആകുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡ്സ് പാരലൽ ആണ്. ആദ്യത്തെ പോലെ തന്നെ ഒരു മാറ്റമില്ല. എ ബി പാരലൽ ടു ഡി സി ആയിരിക്കും. പാരലൽ അല്ലാത്ത സൈഡ് ട്രപ്പീസിയത്തിനകത്ത് നോട്ട് ഈക്വൽ ആയിരിക്കും. പക്ഷെ ഐസോസെലസ് ട്രപ്പീസിയത്തിനകത്ത് ഈ പാരലൽ അല്ലാത്ത സൈഡ് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? എ ഡി ഈക്വൽ ടു ബി സി ആയിരിക്കും. ഇനി നമുക്കിവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക് എന്നാണ് പറയേണ്ടത്. അതായത് ഐസോസെലസ് ട്രപ്പീസിയം അല്ലാത്തതെല്ലാം നോൺ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ട്രപ്പീസിയം എടുത്തു. ഈ ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എ ബി സി ഡി എന്ന് കൊടുത്തു. ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്താ? പാരലൽ സൈഡ്സ് എപ്പോഴും രണ്ട് സൈഡ്സ് പാരലൽ ആയിരിക്കും. അപ്പൊ എ ബി പാരലൽ ടു ഡി സി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ ബി പാരലൽ ടു ഡി സി എന്ന് എഴുതി. ഇനി ഇവിടെ എന്താണ് നമുക്ക് അടുത്ത്? ട്രപ്പീസിയം, നോൺ ഐസോസെലസ് ട്രപ്പീസിയം ആകുമ്പോൾ പാരലൽ അല്ലാത്ത സൈഡ് ഈക്വൽ ആവില്ല. അപ്പൊ എ ഡി നോട്ട് ഈക്വൽ ടു ബി സി അല്ലേ? അപ്പൊ അവിടെ നമുക്ക് എ ഡി നോട്ട് ഈക്വൽ ടു ബി സി എന്ന് എഴുതാം. അതായത് പാരലൽ അല്ലാത്ത സൈഡ് എന്താവില്ല? ഈക്വൽ ആവില്ല. ഇത് കാരണം എന്താ മക്കളെ? ഇത് നോൺ ഐസോസെലസ് ട്രപ്പീസിയം ആണ് അല്ലെ? നോൺ ഐസോസെലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് എ ഡി എന്ന് പറഞ്ഞ നോട്ട് ഈക്വൽ ടു ബി സി എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് കണ്ടീഷനാണ്. എ ബി പാരലൽ ടു ഡി സി കിട്ടി. നോൺ ഐസോസെലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് ഈ രണ്ട് സൈഡും നോട്ട് ഈക്വൽ ടു ആണ് കിട്ടി. ഇനി ഇവിടെ നോക്കിക്കേ, ഈ പാരലൽ സൈഡ്സിനെ നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ ഇത്? നോക്കിയേ, അങ്ങനെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കോ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എപ്പോഴും എന്താണെന്ന് നമ്മൾ പഠിച്ചേക്കണം? 180 ആയിരിക്കും. അതായത് നമ്മൾ രണ്ട് പാരലൽ സൈഡ്സിനെ ഒരു ലൈൻ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾസ് എന്ന് പറഞ്ഞാൽ കോ ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും. അതിന്റെ സം എപ്പോഴും എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്ന കോ ഇന്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറഞ്ഞ എന്താണ്? 180 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 ആയിരിക്കണം. കാരണം കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. കോ ഇന്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾ 180 ആയിരിക്കും. അതുപോലെ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? അതുപോലെ തന്നെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ആയിരിക്കും. സെയിം റീസൺ തന്നെ. ഇവിടെ നോക്കിയേ മക്കളെ, നമുക്ക് രണ്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു അല്ലെ? ഇവിടെ നമുക്കറിയാം ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ആണെന്നും ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തറിയാം? ഇവിടെ ട്രപ്പീസിയത്തിനകത്ത് ആംഗിൾ എ ഒരിക്കലും നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി ആണ്. പിന്നെ എന്താണ്? ഈ ആംഗിൾ ഈക്വൽ ആവോ? ഇല്ലല്ലോ. ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു ആംഗിൾ സി യു ആണ്. ഇനി നമ്മുടെ ഈ റിസൾട്ടിന് നമുക്ക് എടുക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു ആംഗിൾ സി ആണ്. അപ്പൊ ഈ ആംഗിൾ ഡിക്ക് പകരം നമ്മൾ ആംഗിൾ സി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും എന്താവും? നോട്ട് ഈക്വൽ ടു 180 ആവൂലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ആംഗിൾ എയും ആംഗിൾ സിയുടെയും സമ്മ് 180 ആണെങ്കിലാണ് അത് സൈക്ലിക് ആവണത്. ഓപ്പോസിറ്റ് ആംഗിൾ എന്താവണം? സൈക്ലിക് ആവണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമ്മ് 180 ആവണം. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി നോട്ട് ഈക്വൽ ടു 180 കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ റിസൾട്ട് ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാം. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ നമുക്ക് 180 അല്ലേ മക്കളെ കിട്ടിയേക്കണം? അപ്പൊ ആംഗിൾ സിക്ക് വരെ എന്താണ്? ഈ ഡി കൊടുക്കാൻ പാടില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു 180 എന്ന് കിട്ടും. ഇവിടെ നോക്കി, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി സൈക്ലിക് ആവണമെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ആവണം. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു എന്താവണം? 180 ആവണം. ഇവിടെ ഇത് രണ്ടും നോട്ട് 180 എന്നല്ലേ കിട്ടിയേക്കണേ? ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമ്മ് നോട്ട് ഈക്വൽ ടു 180 എന്നാണ് കിട്ടിയേക്കണം. 180 അല്ലാന്ന് കിട്ടിയേക്കണം. അപ്പൊ therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? നോൺ ഐസോസെലസ് ട്രപ്പീസിയം ആണെങ്കിൽ അതെന്തായിരിക്കും?
നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോൺ സൈക്ലിക് ആണെന്ന് പറയാം. നോൺ സൈക്ലിക് ആണ് നമ്മുടെ റിസൾട്ട് ആവും. ഇവിടെ ഒന്നുകൂടി ഇത് പറയാം. അതായത് നമ്മളൊരു ട്രപ്പീസിയം എടുത്തു. ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത രണ്ട് സൈഡ്സ് പാരലൽ ആയിരിക്കും. അപ്പൊ എ ബി പാരലൽ ടു ബി സി ആയിരിക്കും. പിന്നെ എന്താ പ്രത്യേകത എന്താ? നോൺ പാരലൽ സൈഡ്സ്, പാരലൽ അല്ലാത്ത സൈഡ്സ് ഒരിക്കലും ഈക്വൽ ആവില്ല. അപ്പൊ എ ഡി നോട്ട് ഈക്വൽ ടു ബി സി എന്ന് എടുത്തു. കാരണം എന്താണ്? നോൺ ഐസോസെലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് പാരലൽ അല്ലാത്ത സൈഡ്സ് എപ്പോഴും നോട്ട് ഈക്വൽ ആയിരിക്കും. ദെൻ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ 180 ആണ്. കാരണം ഇത് രണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. രണ്ട് പാരലൽ സൈഡ്സിനെ ഒരു ലൈൻ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന ആംഗിൾസ് കോ ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും. അതിന്റെ സം എപ്പോഴും 180 ആയിരിക്കും. അപ്പൊ ഈ പാരലൽ ലൈൻസ് ആണ്, ഇത് രണ്ടും പാരലൽ ലൈൻസ്. ഇതിനെ കട്ട് ചെയ്ത് പോകുന്ന ഒരു ലൈൻ ആണിത്. അപ്പൊ ഇവിടെ വരുന്ന ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? കോ ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ആംഗിളിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ആയിരിക്കും. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ആയിരിക്കും. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിയും 180 ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് എന്തറിയാം? ട്രപ്പീസിയം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കും. ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി ആയിരിക്കും. ആംഗിൾ എ ഈ ആംഗിൾസ് ഒന്നും ഈക്വൽ ആയിരിക്കില്ല. ഇനി എന്താണ്? ഈ കണ്ടീഷനിലേക്ക് നമ്മൾ ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ആണെങ്കിൽ ഈ ആംഗിൾ ഡിക്ക് പകരം ആംഗിൾ സി കൊടുത്തു. കാരണം ഈ രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ അത് നമുക്ക് എന്താണ്? ഇത് നോട്ട് ഈക്വൽ ആയതുകൊണ്ട് ഇത് നോട്ട് ഈക്വൽ ടു 180 വരും. അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എടുത്തിട്ട് ഈ ആംഗിൾ സിക്ക് വരെ നമ്മൾ ആംഗിൾ ഡി കൊടുത്തു. കാരണം ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ ഡി. അത് നമുക്ക് നോട്ട് ഈക്വൽ ടു 180 എന്ന് കിട്ടി. നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആയാൽ മാത്രമേ അത് ആ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ആ ട്രപ്പീസിയം നമുക്ക് സൈക്ലിക് ആവുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയേക്കുന്നത്? നോട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് നോട്ട് ഈക്വൽ ടു 180 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോൺ ഐസോസെലസ് ട്രപ്പീസിയം ആണെങ്കിൽ അത് എന്തായിരിക്കും? എപ്പോഴും നോൺ സൈക്ലിക് ആയിരിക്കും. ഐസോസെലസ് ട്രപ്പീസിയം മാത്രമേ എന്താവുകയുള്ളൂ? സൈക്ലിക് ആവുകയുള്ളൂ. ക്ലിയർ ആയല്ലോ?